ഇതറിയാതെ ഒരിക്കലും നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകരുത്. ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലത്തെ പൊളിറ്റിക്കൽ സിനാരിയോ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക. ആർക്ക് നൽകണം എൻ്റെ സമ്മതിദാന അവകാശം? നമ്മുടെ സംസ്ഥാന ഭരണത്തിലേക്ക് നോക്കിയാൽ വികസനം എന്ന പേരിൽ വരുന്ന പല പദ്ധതികളും അഴിമതിയുടെ കറ പുരണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. പിൻവാതിൽ നിയമനങ്ങളും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളും മുതൽ സാധാരണക്കാരൻ്റെ നികുതി പണം ദുരുപയോഗം ചെയ്യുന്ന ഭരണകൂട മെഷീനറിയും വരെ ഇന്ന് വലിയ ചർച്ചയാണ്. അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണ് നാടിനെ മുന്നോട്ട് നയിക്കുക? ദേശീയ തലത്തിലേക്ക് നോക്കിയാലോ ഇന്ത്യയുടെ വൈവിധ്യത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആളുകളെ തന്നെ തമ്മിലടിപ്പിക്കുന്ന ഒരു മാർജിനലൈസിങ് പൊളിറ്റിക്സ്, ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്ന രാഷ്ട്രീയം അത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഭീഷണിയല്ലേ? ഇവിടെയാണ് UDFന്റെ പ്രസക്തി പ്രകടമാകുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ ഭരണശൈലിയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസനവും ഒപ്പം സാമൂഹികമായ ഒരുമയും നിലനിർത്താൻ UDFന് സാധിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനും കഴിയുന്ന ഒരു ബദലായി UDF എന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീരുമാനം നിങ്ങളുടേതാണ്. ഈ നാടിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. ചിന്തിച്ച് വോട്ട് ചെയ്യുക.